നമസ്കാരം. മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേയെ കണ്ടുപിടിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പേരെ, ഒരുപാട് താരോദയങ്ങളെ, ഒരുപാട് താരങ്ങളെ, പ്രതിഭകളെ ഒക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നും ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ കണ്ടിട്ടുള്ള ഒരു വേറിട്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു വേദിയിൽ അച്ഛനെ കൈപിടിച്ചു വരുന്ന മകനെ പറ്റിയാണ്. സാധാരണഗതിയിൽ മക്കളെ അച്ഛന്മാർ കൈപിടിച്ച് കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അച്ഛനെ കൈപിടിച്ച് ഓരോ വേദിയും കയറിയിറങ്ങി ഓരോ കലയും ആസ്വദിക്കുന്ന ഒരു അച്ഛനും മകനും അവരാണ് ഇന്നത്തെ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ. അവരുടെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ആദ്യം അവരുടെ കഥ കാണാം. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കലോത്സവം കാണാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വരും, കാണും. ഞാൻ അച്ഛൻ ഓരോന്ന് പറഞ്ഞെടുക്കും, അച്ഛൻ എനിക്ക് ഓരോന്ന് പറഞ്ഞു. ഉജ്ജ്വൽ പറഞ്ഞു നിർത്തുന്നിടത്ത് അച്ഛൻ പഴനിയപ്പൻ പറഞ്ഞു തുടങ്ങും. രസകരമാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ ആസ്വദിക്കുമ്പോഴേ, കാണുമ്പോഴേ കാര്യങ്ങൾ പറഞ്ഞു തരും. തിരിച്ചും അങ്ങനെ അവന് വേണ്ടുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇപ്പം ഇന്ന് രാവിലെ എന്താണ് വന്നു. അപ്പം ഉദ്ഘാടന സെഷന് പോയി. ഇപ്പം മിമിക്രി ആണിപ്പം ഉണ്ടായിരുന്നത്. വളരെ രസകരമായിട്ട് ആസ്വദിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കും കല ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേർക്കും ആസ്വദിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരസ്പരം ആസ്വദിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ വരുന്നു, ഇനിയും വരും. മിമിക്രിയോടും മോണോ ആക്ടിനോടുമൊക്കെയുള്ള അച്ഛൻ്റെ കമ്പത്തിനൊപ്പം കൂടിയതാണ് മകനും. പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തി. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒത്തൊരുമിച്ച് അവർ നടന്നു. കണ്ടും കേട്ടും അനുഭവിച്ചും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കലാരൂപങ്ങൾ എന്തു തന്നെയാണെങ്കിലും നമ്മൾ കേട്ടാസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള വിഷ്വൽസ്, ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ആ ആസ്വാദനത്തിന് കുറച്ചുകൂടി ഒരു മുതൽക്കൂട്ടാവുന്നുണ്ട്, കുറച്ചുകൂടി ഭംഗിയാവുന്നുണ്ട് എന്നുള്ളതാണ്. ഉജ്ജ്വൽ കണ്ടതെല്ലാം അച്ഛൻ്റെയും കാഴ്ചയായി. അച്ഛൻ കേട്ടതെല്ലാം ഉജ്ജ്വലിനും പകർന്നു കൊടുക്കുന്നു. കലോത്സവ നഗരിയിലെ ഒരു അനുഭൂതി തന്ന കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ അച്ഛനും മകനും ഈ യാത്ര തുടരട്ടെ. ജോം ടി കെക്കൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. അപ്പോൾ ഉജ്ജ്വലിൻ്റെ അച്ഛൻ പഴനിയപ്പനും നമുക്കൊപ്പമുണ്ട്. അവർക്ക് ഈ പുരസ്കാരം സമ്മാനിക്കാനായി നമുക്ക് ഒപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് സാറുണ്ട്. സാറിന് എന്താ തോന്നി കഥ കേൾക്കുമ്പോൾ? ഇല്ല, എൻ്റെ സ്വന്തം ടീച്ചറാണ് മിസ്റ്റർ പഴനിയപ്പൻ. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. ഉജ്ജ്വൽ വളരെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് അച്ഛനെ കൊണ്ട്, അച്ഛൻ രാവിലെ മുതൽ എല്ലാ പ്രോഗ്രാംസും കണ്ടുകൊണ്ടിരിക്കുന്നു. ഹയർ സെക്കൻഡറി ഹിസ്റ്ററി ടീച്ചറാണ്. സോ അങ്ങനെ മോനെ കാണുമ്പോൾ ആ ഒരു ഐസിലുള്ള ആ ഒരു എന്തൂസിയാസം, ആ ഒരു ആവേശവും ഇന്നസെൻസും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ 10,000-60,000 പേരുള്ളിടത്തു നിന്നാണ് ഇങ്ങനൊരു ഹാപ്പി സ്റ്റാറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയുണ്ട്? സന്തോഷം. ഞാൻ ഇത് അരുൺ പറഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ ആസ്വദിക്കാൻ വന്നവരാണ് ഈ കല എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഇടയിൽ എങ്ങനെ എന്നുള്ളത് ആദ്യം മനസ്സിലായിരുന്നില്ല. കലോത്സവത്തിന് മുൻപ് വന്നിട്ടുണ്ട്? ഉണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഇവിടെ വന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉജ്ജ്വലിന് അച്ഛനും ആ സമ്മാനം നൽകുന്നത്. ഇത്രയും പേരുന്ന് ഉജ്ജ്വലിനെ അച്ഛനെയും കണ്ടു. ഇപ്പം അച്ഛൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഉജ്ജ്വലാണെന്ന് പറഞ്ഞു. ഉജ്ജ്വലിനോ? എനിക്ക് അച്ഛൻ്റെ ഒരു നല്ല ടീച്ചറാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കി പറഞ്ഞു തരുന്ന നല്ലൊരു അച്ഛൻ ആയിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛനെയും കൈപിടിച്ചിങ്ങനെ നടക്കുമ്പോൾ എന്താ ഒരു അങ്ങനെയൊന്നുമില്ല, നടക്കുന്നത് നമ്മളെല്ലാവരെയും കാണിക്കുന്നു, നമ്മളെയും കാണിച്ചു തരുന്നു. അച്ഛനും എനിക്ക് ഓരോന്ന് പറഞ്ഞുതരും, ഞാനും അച്ഛനും ഓരോന്ന് അങ്ങനെ പറഞ്ഞെടുക്കുന്നു. അങ്ങനെ തന്നെ എങ്ങനെ പോകും. മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാര സമർപ്പണത്തിലേക്ക് കിടക്കാം. സാർ, വളരെ സന്തോഷം. ഇതൊരു തുടക്കമാവട്ടെ. സ്റ്റാർ ഇനിയും എല്ലാ വരുന്ന വർഷങ്ങളും ഉജ്ജ്വൽ വലിയ സ്റ്റാർ ആവണം. ഓക്കെ.